കർക്കിടക വാവുദിനത്തിലെ നമസ്കാരച്ചോറും ചേമ്പിൻ താൾക്കറിയും ഭക്ഷിച്ചുള്ള രോഗശുശ്രൂഷ ഭക്തർക്ക് വേറിട്ട അനുഭവമാകുന്നു. ചേർത്തല മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ അമാവാസി നാളിൽ നടക്കുന്ന താൾക്കറി ശുശ്രൂഷയ്ക്ക് 6 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണുള്ളത്. ചേർത്തലയിലെ വള്ളുടുമനയിൽ ചികിത്സ തേടിയെത്തിയ ഒരു സാധു വൈദ്യനെ കാണാൻ കഴിയാതെ ക്ഷേത്രത്തിലെ നമസ്കാരച്ചോറ് ചേമ്പിന്റെ താള് വേവിച്ചതുമായി കഴിച്ച് സുഖം പ്രാപിച്ചുവെന്ന ഐതിഹ്യമാണ് മരുത്തോർവട്ടം ക്ഷേത്രത്തിലെ ചേമ്പിൻ താൾ കഴിച്ചുള്ള രോഗശുശ്രൂഷയ്ക്ക് ആധാരം. പന്തീരടി പൂജയ്ക്ക് ശേഷം കഴുകി വൃത്തിയാക്കുന്ന കാട്ടുചേമ്പിൻ താളുകൾ ഭക്തജനങ്ങൾ തന്നെയാണ് പാകപ്പെടുത്തുന്നത്. അത്താഴപൂജയ്ക്ക് ശേഷം തയ്യാറാക്കാൻ തുടങ്ങുന്ന താൾക്കറിയിൽ ധന്വന്തരി മൂർത്തിയുടെ അമൃത് ചൊരിയപ്പെടുമെന്നാണ് വിശ്വാസം. കർക്കിടക വാവുദിനത്തിൽ ഉഷപൂജയ്ക്ക് ശേഷം ബലിതർപ്പണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന നമസ്കാര ചോറിനൊപ്പമാണ് താൾക്കറി ഭക്ഷിക്കുന്നത്. നമ്മുടെ വിശ്വാസം മുഴുവനും രാത്രി 12 മണിക്ക് ശേഷം ഭഗവാന്റെ അമൃത് ഈ താൾക്കറി ചൊരിയുമെന്നുള്ളതാണ്. അതങ്ങനെ ആ വിശ്വാസത്തിൽ രാവിലെ ഈ താൾക്കറിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ 2 ദിവസം വെറുതെ ഇരുന്നാലും ഇത് ചീത്തയാകുകയില്ല, വളിക്കുകയില്ല. അതുകൊണ്ട് ഇത് പിറ്റേ ദിവസമാണെങ്കിലും ഭക്തന്മാർ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവരുടെ രോഗത്തിന് ശാന്തിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. കർക്കിടക വാവുദിനത്തിലെ നമസ്കാരച്ചോറും താൾക്കറിയും പ്രധാനമായും ഉദരരോഗങ്ങൾക്കും മറ്റും ഫലപ്രദമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ചോറും താൾക്കറിയും ചേർത്ത് ഉണക്കിപ്പൊടിച്ച് ധൂളിയായും ഭക്തർ കഴിക്കാറുണ്ട്. ആയുർവേദ ചികിത്സാ വിധികളുടെയും ഐതിഹ്യത്തിന്റെയും ഒത്തുചേരൽ കൂടിയാണ് കാട്ടുചേമ്പിൻ താൾ ഉപയോഗിച്ചുള്ള രോഗശുശ്രൂഷ. അമാവാസി നാളിന്റെ ധന്യതയിൽ അരങ്ങേറിയ രോഗശുശ്രൂഷ ചടങ്ങിൽ ജാതിമത ഭേദമന്യേ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പാത്രീഭൂതരായി. ആർ മാനസൻ, സൂര്യ ന്യൂസ്, ആലപ്പുഴ.